24 സീറ്റിൽ മത്സരിച്ചു. 20 ലീഗ് വിജയിച്ചു. എത്രയിടത്ത് കാന്തപുരത്തിന്റെ ശക്തിയാൽ ലീഗ് ജയിച്ചു? ഞങ്ങളുടെ ശക്തിയാൽ തന്നെയാണ് ലീഗ് ജയിച്ച എല്ലാ മണ്ഡലങ്ങളും. ഞങ്ങളെ ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 1-2 സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നു. അല്ല, പരസ്യമായി ഞങ്ങൾ അതിനെ എതിർത്തിരുന്നുവെങ്കിൽ 2 അല്ലെങ്കിൽ 3 സീറ്റിൽ കവിഞ്ഞ് അവർക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ആകെ 2 സീറ്റിൽ ജയിക്കുമായിരുന്നു, 2-3 സീറ്റിൽ ജയിക്കും എന്ന് പറയുമ്പോൾ UDF അധികാരത്തിൽ പോലും വരില്ലായിരുന്നു ഉറപ്പ്. ഞാൻ ഈ പറയുന്നത് ലീഗുകാരും കേൾക്കുമല്ലോ. കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അത് അവരെ മുന്നിൽ ഇരുത്തിക്കൊണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാം. കേരളത്തിലെ ഭരണമാറ്റത്തെ ഇത്തവണ നിശ്ചയിച്ചത് കാന്തപുരമാണ്. ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഇവിടെ ഭരണം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവും അതിലില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒരു പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബലപരീക്ഷണം നേരിടേണ്ടി വരുന്ന ഘട്ടമാണിത്. ലീഗ് അവിടെ ഒരു പ്രധാനിയല്ല. ഏറിയാൽ 1 അല്ലെങ്കിൽ 2 സീറ്റുകളിലാണ് ലീഗ് മത്സരിക്കുക. പ്രധാനമായും ഉമ്മൻചാണ്ടി പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് കാന്തപുരത്തിലാണ്. പിണറായിക്ക് പറയേണ്ടി വന്നതുപോലെ ഉമ്മൻചാണ്ടിക്കും പറയേണ്ടി വരുമോ? അദ്ദേഹം അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായും ഞങ്ങൾ അങ്ങനെയാണ്. പണ്ട് തന്നെ ഞങ്ങൾ LDF-നോട് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കാതിരിക്കാൻ കാരണം നിങ്ങൾ മന്ത്രിസഭയിൽ ചേരുന്നില്ല, മന്ത്രിസഭയെ പിന്തുണക്കുന്നുമില്ല, പിന്തുണച്ചത് പിൻവലിക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ അവിടെ പോയി ഇരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. 19 MP-മാർ അവിടെ പോയി ഇരുന്നിട്ട് അവരുടെ ശബ്ദം ഞങ്ങൾ ഇന്ന് വരെ 5 കൊല്ലത്തിനിടയിൽ കേട്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടില്ല കാന്തപുരം വിഭാഗം. ഇല്ല, കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു അണുമണി പോലും ഞങ്ങൾ പിന്തുണച്ചിട്ടില്ല. എന്നിട്ട് പോലും അതിന്റെ ധ്വനി എന്തെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കിയില്ല. അദ്ദേഹം മണ്ടനാണോ? അതെനിക്ക് പറയാൻ കഴിയില്ല. ഇതൊരു മണ്ടത്തരമായിരുന്നു. അത് പറയാൻ കഴിയില്ല. അദ്ദേഹം ബുദ്ധിയുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഈ വിഷയം അദ്ദേഹത്തെ ഞാൻ ധരിപ്പിച്ചിട്ടും ഉണ്ട്. അപ്പോൾ പിണറായി ചോദിച്ചിട്ടുണ്ടാവില്ലേ നിയമസഭയുടെ കാര്യത്തിൽ അങ്ങനെ ആശങ്കയൊന്നും വേണ്ടല്ലോ എന്ന്? അപ്പോൾ ചോദിച്ചിട്ടുണ്ട്. നിയമസഭയുടെ കാര്യത്തിൽ നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടും ഉണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയോ ഞങ്ങളോട് ഒരാവശ്യവും പെട്ടിട്ടില്ല. ശരി, കാന്തപുരത്തിന് മുൻകൈ എടുത്ത് അങ്ങോട്ട് പോകാമായിരുന്നു, എന്തുകൊണ്ട് ചെയ്തില്ല? ഞങ്ങൾ രാഷ്ട്രീയ കക്ഷിയല്ലാത്തതുകൊണ്ട്. രാഷ്ട്രീയ കക്ഷി അല്ലാത്തതുകൊണ്ട് ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് നിങ്ങളുടെ സഹായം വേണമെങ്കിൽ അവർ മുൻകൈ എടുത്ത് വേണം. ശരി, കാന്തപുരം, താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി ആരാധനാ ആലയങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടനകൾ ഉണ്ടാവാതിരിക്കാൻ, സമുദായത്തിൻ്റെ പൊതു നന്മയ്ക്ക്, ഇതിനെല്ലാം വേണ്ടിയാണ് ലീഗുമായി സഹകരിക്കാൻ ഘട്ടം ഘട്ടമായി തീരുമാനിക്കുകയുണ്ടായത് എന്ന് താങ്കൾക്കറിയുന്നതാണ്. ഈ അടുത്ത കാലത്തെങ്ങും ഇത്തരം സംഘടനകളൊന്നുമില്ല. ഈ സംഘടന അതിൻ്റെ പാരമ്യത്തിൽ നിന്നപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു യുവജന വിഭാഗം നേതാവായി പിന്നീട് 85-ൽ പിളർന്ന് താങ്കൾ വരുമ്പോൾ നാടിൻ്റെ പല മേഖലകളിലും അടിവാങ്ങുമ്പോൾ അരിവാൾ സുന്നി എന്ന പേർ നിങ്ങൾക്ക് കിട്ടുന്ന നിലയിൽ CPIM നിങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്. CPIM-ന്റെ പിന്തുണ ഇനിയും വേണ്ട എന്നോ അവരുടെ പിന്തുണയുമായി ഞങ്ങൾ നിൽക്കുകയില്ല എന്നോ ഈ പറഞ്ഞതിന് അർത്ഥമില്ല. കാന്തപുരം 2014-ൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല. ഭരണം കിട്ടാൻ പോകുന്നില്ല, അങ്ങനെ ഒരു തീരുമാനമില്ല. ഇതുവരെ ഉണ്ടായ നയം അതാണ്. ചിലപ്പോഴേ പ്രതിപക്ഷത്ത് ഇരുന്നിട്ട് നല്ല ശബ്ദിക്കേണ്ട ആൾ വേണം, അത് വേണ്ടാന്നും അർത്ഥമില്ലല്ലോ. ആരും പ്രതിപക്ഷത്ത് ബുദ്ധിയുള്ള ആളില്ലെങ്കിൽ ഭരണപക്ഷം തോന്നിയതൊക്കെ ചെയ്തു കളയോ. 2014-ലേക്കും കാന്തപുരം ഒരു വാതിൽ തുറന്നിടുന്നു. അപ്പൊ നല്ല ബുദ്ധിയുള്ള ആളുകൾ പ്രതിപക്ഷത്തിരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോൾ അങ്ങനത്തെ ആളുകൾ വരുമ്പോൾ അവരെ ജയിപ്പിക്കാനും ഞങ്ങൾ നോക്കും. ഇവിടെ 2 കാര്യങ്ങൾ ഞങ്ങൾക്കല്ല. 2014-ലേക്ക് വാതിൽ തുറന്നിടുന്നു. രണ്ടാമതായി ഇടതുപക്ഷവുമായി അകന്നിട്ടില്ല എന്ന സൂചന UDF-ന് നൽകിക്കൊണ്ട് വീണ്ടും വിലപേശാൻ ഒരുങ്ങുന്നു. വിലപേശില്ലല്ലോ, ഞങ്ങൾക്കൊന്നും നേടിയെടുക്കാനില്ല. ഞങ്ങൾക്ക് MLA സ്ഥാനം വേണ്ട, MP സ്ഥാനം വേണ്ട, പഞ്ചായത്ത് സ്ഥാനം വേണ്ട. അപ്പോൾ ഈ വിലപേശൽ എന്ന പ്രശ്നം ഇവിടെ ഉത്ഭവിക്കുന്നില്ല.